ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെയാണ് നമ്മൾ ED മൂവി കാണുന്നത്. ഏത് ED? കേന്ദ്രത്തിൻ്റെ ED അല്ല. ആ EDയെ പോലൊക്കെ തന്നെ ഇതിൽ കുറേ നിഗൂഢതകളും പ്രശ്നങ്ങളും സൈക്കോപാത്ത് കുറേ ആളുകളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടല്ലോ കുറേ പ്രശ്നങ്ങൾ ഇറ്റ്സ് പൊളിറ്റിക്കലി. പക്ഷേ ഈ ED അല്ല, ഇത് എക്സ്ട്രാ ഡീസൻ്റ് ആണ്. നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറഞ്ഞ ആളെന്ന് വെച്ചാൽ നമ്മുടെ സുരാജേട്ടൻ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഇത്ര നല്ലൊരു ക്യാരക്ടർ കണ്ടിട്ടില്ല. കിഡ് പെർഫോമൻസ് ആണ്. ആൾ കുറച്ച് കാലമായിട്ട് പിടിച്ചത് ക്യാരക്ടർ മാറ്റിയിട്ട് ഫുൾ കോമഡി കാര്യങ്ങൾ, കോസ്റ്റ്യൂമൊക്കെ ഒരു സൈക്കോ, ആളെ കണ്ടാൽ തന്നെ അറിയാം ഒരു സൈക്കോ ക്യാരക്ടറാണ്. അപ്പോൾ ED ഇന്നലെ സെക്കൻഡ് ഷോ നമ്മൾ കാണുന്നത് ഗിരിജ തിയേറ്റർ എന്നാണ് പടം കാണുന്നത്. അമീർ പള്ളിക്കൽ അല്ല, യെസ് അമീർ പള്ളിക്കൽ, ആഷിഫ് കക്കോടി റൈറ്റർ. അമീർ പള്ളിക്കൽ എനിക്ക് ആയിഷിക പടം എനിക്ക് ആ പടം പേഴ്സണലി ഇഷ്ടപ്പെട്ട പടം, പക്ഷെ വിജയിച്ചില്ല. ഇതിൽ സുരാജിന്റെ ഒരു ഷോ തന്നെയാണ് ഈ പടത്തിൽ മൊത്തം. പിന്നെ എല്ലാവരും ബാക്കപ്പിൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആന്റണി എൻ്റെ സിസ്റ്റർ റോളാണ് ചെയ്യുന്നത്. ആള് UK-ലൊക്കെയാണ്, US-ലാണ്, നേഴ്സാണ്. അപ്പോൾ ആൾ സെറ്റാണ് ഇതിൽ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സജിൻ ഗറി ഡോക്ടറെ ക്യാരക്ടർ. വിനീത് തട്ടിൻ ബെസ്റ്റിയാണ്. ഇപ്പോൾ കാലഘട്ടത്തിന്റെ ബെസ്റ്റി അല്ല, ഓൾഡ് ബെസ്റ്റ്. 60 വയസ്സായ ആൾക്ക് അവർക്കൊക്കെ ഒരാളെ വിളിക്കുമ്പോൾ ഒരു ബെസ്റ്റ് വേണ്ടേ? നമ്മുടെ അച്ഛനമ്മയ്ക്കോടെ ഏജിലുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടെന്ന് പറയുന്നൊരു സംഭവം കേട്ടോ. ബെസ്റ്റി ഷാജു KS നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സുധീർ കരമനന്റെ അച്ഛൻ റോൾ ചെയ്തു കിഡായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്യാമോഹൻ JD എന്ന് പറഞ്ഞു JK. ആള് അടിപൊളിയാണ്. ഫ്രണ്ടിന്റെ റോള് ചെയ്യുന്ന പെങ്ങൾ സിസ്റ്റർ കല്യാണം കഴിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വിനയ പ്രസാദ് അലക്സാണ്ടർ റാഫി രസമായിട്ട് കുറച്ച് നേരം ഒരു ഡോക്ടറുടെ റോള്, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദിലിനെ നൈസായിട്ട് കുറച്ച് നേരം ഉള്ളു. പിന്നെ സുരാജിന്റെ ഷോയാണ്. പിന്നെ ഇതില് അങ്കിത് മേനോൻ അല്ലേ മ്യൂസിക് ചെയ്തിട്ടുള്ളത്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ക സൈക്കോപാത്ത് ക്യാരക്ടറായ സുരാജിന്റെ കഥയാണ് പറയുന്ന. ആളെ കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ ആയി പോകുന്ന ഒരാള്. അതിന് റീസൺ അവർ കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലിയില് അങ്കിത് മേനോൻ മ്യൂസിക് ഫാമിലി നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ആൾ അങ്ങനെയാവാൻ കാരണം. നമുക്ക് സ്നേഹം കിട്ടാണ്ട് ഒരു വീട്ടിൽ നിന്ന് വളരുന്ന സമയം നമ്മൾ എങ്ങനെയാവുന്നു ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്തിക്കും. പിന്നെ ഈ സൈക്കോ ക്യാരക്ടർ ആക്ച്വലിയാണ്. ഡ്രസ്സിങ്ങും കാര്യങ്ങളും കണ്ണടക്കെ വെച്ച് വരുമ്പോൾ തന്നെ അറിയാം, പക്ഷെ നാട്ടുകാർക്ക് അറിയില്ല. പിന്നെ ഈ കടം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവന്റെ സൈക്കോ കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ 10 മിനിറ്റ് ആണെന്ന് തോന്നുന്നു, 7 മിനിറ്റ് പടം. അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ബോറടിക്കാത്ത രീതിയിൽ സുരാജിനെ ഇങ്ങനെ കാണിച്ചിട്ടിട്ട് പോകുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം പോകുന്ന BGM നല്ല പെർഫോം ചെയ്യാൻ, നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടി കരമന വിനയ് പ്രസാദ് അച്ഛനമ്മ റോള് ചെയ്യുന്നു. അപ്പോൾ അവനെ ലൈഫിൽ നേരിടേണ്ടി വരുന്ന, വീട്ടിൽ നിന്ന് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു ലൈഫിൽ എവിടെ എത്തിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇപ്പോഴും അപമാനം കാര്യങ്ങളായി പോകുമ്പോൾ ഒരു സൈക്കോ ഒരു ദിവസം ഒരു മാറ്റമാണ്. പിന്നെ അങ്ങനെ ഉണ്ടാകുന്നൊരു ഇൻസിഡന്റും അവന് ഇവരായിട്ടുള്ള കുറെ സീനുകളൊക്കെയാണ് പടം മുന്നോട്ട് പോകുന്നത്. അത് രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവരും മനസ്സിലൊരു സൈക്കോ എടുക്കുന്നുണ്ട്. അത് പൊട്ടിത്തെറിക്കേണ്ട ഒരു സാധ്യത നമ്മുടെ എല്ലാവരും പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ജസ്റ്റ് മനസ്സിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു രസം പിടിച്ചൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നൊരു സംഭവമാണ്. കാരണം നമ്മൾ പുറമെ നോക്കുന്ന സമയം നല്ല ഹാപ്പിയായ കുടുംബം, പക്ഷെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ കാണുന്നത്. 2 ഗവൺമെന്റ് എംപ്ലോയീസ് ഉള്ള ഒരു ആളുകളുടെ വീട്ടില് നടക്കുന്ന സംഭവമാണ്. അല്ല മോനാണ് സുരാജ്, 2 മക്കള്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലാന്ന് പല കുടുംബങ്ങളും. ഇതൊക്കെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ ഫാമിലി നമുക്ക് അറിയാട്ടോ. അപ്പൊ നമ്മൾ പുറമൊന്നും ഫുൾ ഹാപ്പിയോടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഡീസന്റ് ഫാമിലി എന്ന് പറയാം നമുക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ കണക്ട് ആവും. പിന്നെ ഇപ്പൊ ഇന്റർവെല്ലിന് ശേഷം പടത്തിലേക്ക് നമ്മളെല്ലാവരും സൈക്കോളാവും. കാരണം എല്ലാവർക്കും അവർക്ക് എൻജോയ്മെന്റും ജീവിതമൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ അവിടെ തടസ്സാര വന്നത് നീക്കാൻ വരെ ചിന്തിക്കുന്ന ഫാമിലി റിലേഷൻ വരെ ഉണ്ടാവുന്ന സംഭവങ്ങളുണ്ട് ഇതിൽ. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു സ്പോയിലർ കണ്ടന്റ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ മൂവി. ഈ ക്രിസ്മസിന് ഇപ്പോൾ വന്നതില് നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഇന്നൊരു വലിയ വിമർശനമൊക്കെ ഉണ്ട് എന്റെ പടത്തിൽ കുത്തും കൊലൊന്നും. വിമർശനം ആള് കാര്യം പറഞ്ഞ പടത്തിൽ അങ്ങനെ ഒന്നുമില്ല. നമുക്കൊക്കെ ചിന്തിച്ചാലോചിച്ചിരുന്ന് ചിരിച്ച് കാണാൻ പറ്റിയൊരു സബ്ജക്റ്റാണ്. പ്രത്യേകിച്ച് ഹ്യൂമർ കാര്യങ്ങളൊക്കെ വേറെ ലെവൽ സാധനമാണ് ഇതില്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. പോയി കാണാം. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ രസം പിടിച്ച ഞാൻ കുറെ ചിരിച്ചു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. It's my personal opinion. Bye.